ഇപ്പോൾ ചാണ്ടിയുമനുണ്ട്. ചാണ്ടിയുമൻ, എൻ്റെ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ നവനീതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ താൽക്കാലിക ജോലിയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അതൊരു സ്ഥിരജോലി വേണമെന്നുള്ളത് അമ്മൂമ്മയും ഒക്കെ പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ പറഞ്ഞങ്ങ് പോവും, പിന്നെ സ്ഥിരജോലിക്കായിട്ട് പുറകെ നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അതാണ് ഒന്ന്. രണ്ടാമത് ഞാൻ ചോദിച്ചത്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ് കളക്ടർ. അപ്പോൾ ആ കളക്ടർ തന്നെ ഉൾപ്പെട്ട ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കെതിരെ എങ്ങനെയാണ് അന്വേഷണം കളക്ടർ നടത്തിയാൽ ശരിയാവുക? അപ്പോൾ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ ചാണ്ടിയുമൻ? തീർച്ചയായിട്ടും ഇവിടെ അടിയന്തരമായി വേണ്ടത് ആ കുട്ടിക്ക് സ്ഥിര നിയമനം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ആശുപത്രി ആ പയ്യൻ നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാണ്, അദ്ദേഹത്തിന് കൊടുത്താലും മതി. അടിയന്തരമായി ഒരു ജോലി ആ കുടുംബത്തിൽ സ്ഥിര നിയമനം, അത് താൽക്കാലിക നിയമനം കൊടുത്ത് പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട, സ്ഥിര നിയമനം കൊടുത്തേ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ജുഡീഷ്യൽ എൻക്വയറി എന്നുള്ളത് UDFന്റെ പ്രഖ്യാപിതമായ നിലപാടാണ്. ആ നിലപാടിൽ ഞങ്ങൾ പിന്നോട്ടില്ല. ഇവിടെ കളക്ടർ ചെയ്തിട്ട് ഒരു ഗുണവുമില്ല. കളക്ടർ ചെയ്താൽ കളക്ടറിൻ്റെ താഴെയോ കളക്ടറിൻ്റെ മേളിലുള്ളവർക്കെതിരെ, താഴെയുള്ളവർക്കെതിരെ അന്വേഷിക്കാം, പക്ഷെ മേളിലുള്ളവർക്കെതിരെ എങ്ങനെ അന്വേഷിക്കുവാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ലോജിക്കില്ലാത്ത ഒരു തീരുമാനം സർക്കാർ എടുത്തു. അത് സർക്കാരിനെ സ്വന്തക്കാരെ രക്ഷിക്കുവാൻ, മന്ത്രിമാരെ രക്ഷിക്കുവാൻ. ഇതിൻ്റെ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുറന്നില്ല? ഈ പണി പൂർത്തിയായതിനു ശേഷം മെഡിക്കൽ കോളേജ് തുറക്കാത്തതെന്ത്? എന്തുകൊണ്ട് രോഗികളെ അങ്ങോട്ട് മാറ്റിയില്ല? അവിടെ ഉപകരണങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട സമയമാണിത്. അപ്പോൾ അത് കണ്ടെത്തുവാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കുറച്ച് നാൾ മുമ്പ് ഇവിടെ സോളാർ വിഷയം വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. അവസാനം മല എലിയെ പറ്റതുപോലായി. ആ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടവർ, പ്രതിപക്ഷത്തിൽ നിന്ന് ആവശ്യപ്പെട്ടവർ, ഇത്രയും വലിയ സംഭവം നടന്നിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ, തിരുവനന്തപുരത്തെ ഡോക്ടർ കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ശേഷവും, ഇവിടെ കോട്ടയത്ത് ഈ സംഭവം നടന്നതിന് ശേഷവും ഒരു എൻക്വയറിക്ക് ആവശ്യമില്ല എന്നുള്ള നിലപാടെടുക്കുമ്പോൾ എന്തായിരിക്കും കാരണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് രക്ഷപ്പെടാമെന്ന് കരുതണ്ട, ഞങ്ങൾ ശക്തമായി ഇതിൻ്റെ പുറകിലുണ്ട്. ഈ ശ്രീ ചാണ്ടിയുമൻ, നമ്മൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്ന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വീടൊന്ന് നേരെയാക്കി എടുക്കാൻ. ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകുമായിരിക്കും അല്ലേ ശ്രീ ചാണ്ടിയുമൻ? ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കോട്ടയം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി 1 ലക്ഷം വാഗ്ദാനം ചെയ്തു. ബാക്കി ബഹ്റൈൻ OICC ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ എന്തായാലും ഇത് പൂർത്തിയാക്കിയിരിക്കും. ഓക്കെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു ശ്രീ ചാണ്ടിയുമൻ. ഈ 2 വിഷയങ്ങളാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. താങ്കൾ വളരെ കൃത്യമായി തന്നെ പ്രതികരിച്ചു. ശ്രീ ചാണ്ടിയുമനാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ, അപ്പോൾ ചില ആളുകളൊന്നും പറയുന്നത് പോലെയൊന്നുമല്ല, കൃത്യമായിട്ട് പറഞ്ഞതാണ് ചാണ്ടിയുമൻ എന്നുള്ളതാണ്. 10 ദിവസത്തിനുള്ളിൽ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവും. ചടങ്ങുകൾ കഴിഞ്ഞാൽ ആ വീടിൻ്റെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളും ബാക്കി തേപ്പ് പണികളുമെല്ലാം ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്ന് ശ്രീ ചാണ്ടിയുമൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാനിത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇന്നലെ ഒരു MLA എന്ന നിലയ്ക്ക് എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ഇന്നലെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞൊരു കാര്യമാണ്. അതിന് ഞാൻ 10 ദിവസം സമയം ഇന്നലെ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എടുക്കാനുള്ള സാഹചര്യമില്ല. അതേസമയം സ്പോൺസർമാർ വഴിയാണ് നമ്മൾ ആളുകളെ പിന്തുണയ്ക്കുന്നത്. ഞാൻ അങ്ങനെ 50ഓളം വീടുകൾ കേരളത്തിൽ പണിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സ്പോൺസറെ കണ്ടുപിടിച്ച് കൊടുക്കുവാൻ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പലരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഓഫർ വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് എനിക്കിത് പിന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാനത് കൊടുത്തിരിക്കും. താങ്ക് യു ശ്രീ ചാണ്ടിയുമൻ. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ റിപ്പോർട്ടറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ശ്രീ ചാണ്ടിയുമൻ അപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ എണ്ണി വെച്ചോളൂ. ചാണ്ടിയുമൻ പറഞ്ഞ 10ാമത്തെ ദിവസം അത് കൊടുത്തിരിക്കും. മറ്റു ചിലർ പറയുന്നത് പോലല്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു ശ്രീ ചാണ്ടിയുമൻ നമ്മളോട് പ്രതികരിച്ചതിന്.